ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടോയ് മേക്കറെ പറ്റിയുള്ള സ്റ്റോറിയാണ്. ഈ ടോയ് മേക്കർ വളരെ ഫേമസ് ആയിരുന്ന സമയത്ത് അയാളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നു. അങ്ങനെ അയാളുടെ കരിയർ തന്നെ ലോസ് ആവുന്നു. അതുപോലെ തന്നെ അയാളുടെ ഫാമിലിയും അയാളെ വിട്ടുപോകുന്നു. അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അയാൾക്ക് വീണ്ടും തന്റെ കരിയർ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ അയാളെ വിട്ടുപോയ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തിരിച്ചു വന്നോ? അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗോട് കൂടി പറഞ്ഞ സിനിമയാണ് 2020 പുറത്തിറങ്ങിയ ജിംഗിൾ ജംഗിൾ എ ക്രിസ്മസ് ജേണി. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ. നമ്മളുടെ ടീമിൽ നമ്മളോടൊപ്പം വോയിസ് ഓവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രസന്റേഷൻ സ്കില്ലുള്ള വ്യക്തികളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ 1 മിനിറ്റോ 2 മിനിറ്റോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID അയച്ചു തരിക. അയച്ചു തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തമിഴ്, ഹിന്ദി ഇതിലേതെങ്കിലുമൊക്കെ ലാംഗ്വേജുകൾ കേട്ടാൽ മനസ്സിലാകുന്ന വ്യക്തികളായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബാക്ക് ടു ദ വീഡിയോ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്രിസ്മസ് കാലമാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ കാണിക്കുന്നു. ആ കുട്ടി ഇപ്പോൾ തൊട്ടു മുമ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കുകയാണ്. ആ കുട്ടിക്ക് മാത്രം ആ തീയിന്റെ ഫ്ലെയിം ആരൊക്കെയോ ഡാൻസ് കളിക്കുന്നത് പോലെയുള്ള രൂപങ്ങളായിട്ട് തോന്നുന്നു. അപ്പോഴേക്കും ആ കുട്ടിയുടെ ചേട്ടൻ അങ്ങോട്ട് വരുന്നു. ചേട്ടൻ വന്നിട്ട് എനിക്കത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല, നിനക്കിത് തന്നെ പണിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ അവിടേക്ക് ആ കുട്ടികളുടെ മുത്തശ്ശി വരുന്നു. മുത്തശ്ശി വന്നിട്ട് കുട്ടികളോട് കഥ കേൾക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവര് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുക്ക് എടുക്കുകയാണ്. ആ ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് മെക്കാനിക്കൽ പാർട്സ് എല്ലാം വെച്ചിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും കഥ കേൾക്കാനായി മുത്തശ്ശിയുടെ അടുത്ത് വരുന്നു. ഇപ്പോൾ ആ ബുക്കിലുള്ള മെക്കാനിക്കൽ പാർട്സ് തന്നെ കഥ പറയാൻ ആരംഭിക്കുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് ജെറോണിക്കസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അയാൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിരുന്നു. അയാളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ജെ എന്നാണ് അയാളെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് ആ ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ആ നാട്ടിലെ കുട്ടികൾക്കെല്ലാം അയാളുടെ ടോയ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ കടയിൽ ജെക്ക് അസിസ്റ്റന്റ് ആയിട്ടൊരു വ്യക്തിയുണ്ട്. അയാളുടെ പേരാണ് ഗസ്റ്റാഫ്സൺ. അയാൾക്കാണെങ്കിൽ ജെയെ പോലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ അവൻ ആ ഷോപ്പിൽ വരുന്ന കുട്ടികളുടെ അടുത്ത് താൻ കണ്ടുപിടിച്ച ഒരു സാധനം ഡെമോ കാണിക്കുന്നു. അത് ആദ്യം നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നു, പിന്നീട് അത് കഴിഞ്ഞ് തകർന്നു പോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ ജെയുടെ എൻട്രി. ജെയെ കണ്ട ഉടനെ അവിടെയുള്ള കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആക്ച്വലി ഇവൻ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്തത് പോലെയുള്ള ഒരു ടോയ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ടോയ് ആണ് തന്റെ ജീവിതം തന്നെ മാറ്റാൻ പോകുന്നതെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിന്റെ ഒരു പാർട്ട് മാത്രം മിസ്സാണ്. അതെങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആകും. ആ ഒരു പാർട്ട് മറ്റൊരു സ്ഥലത്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്റെ അടുത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മളുടെ ഹീറോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവസാനം നമ്മളുടെ ഹീറോ കാത്തിരുന്ന ആ പാർസൽ വന്നെത്തുന്നു. ജെക്കാണെങ്കിൽ അത് കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നു. ആ സന്തോഷത്തിൽ അവൻ കടയിലുള്ള ടോയ്സ് ഒക്കെ അവിടെയുള്ള കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവൻ പോയി തന്റെ ഫാമിലിയോട് കൂടി എൻജോയ് ചെയ്യുന്നു. തന്റെ മകൾക്ക് ഒരു ചെയിൻ ഗിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ സന്തോഷം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തതിനു ശേഷം ആ ടോയ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജെ പെട്ടെന്ന് തന്നെ ലാബിലോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് താൻ കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും എഴുതിയ ഒരു നോട്ടുണ്ട്. ആ നോട്ട് തുറന്നു നോക്കുന്നു. അതിലുള്ള ഒരു ടോയിന്റെ ബ്ലൂ പ്രിന്റ് മാത്രം എടുത്തു വെച്ചിട്ട് അയാള് വായുവിൽ എന്തോ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആക്ച്വലി നമ്മളുടെ ഹീറോ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ കാരണം അയാളുടെ അടുത്തുള്ള ഒരു മാത്തമാറ്റിക്കൽ മാജിക് പവർ ആണ്. ആ പവർ അയാളുടെ കുട്ടിക്കും ഉള്ളതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ പാഴ്സൽ വന്ന ആ ഡ്രോപ്പ് തുറന്നിട്ട് അതിലുള്ള ഒരു പൈപ്പ് എടുത്തിട്ട് ഒരു വലിയ മെഷീന്റെ ഉള്ളിലോട്ട് ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. ആ മെഷീന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡ്രോപ്പ് അദ്ദേഹം കണ്ടുപിടിച്ച ആ ടോയിലോട്ട് വീഴുന്നു. ഡ്രോപ്പ് വീണപ്പോഴേക്കും അതിന് ജീവൻ വെക്കുന്നു. അങ്ങനെ അത് ജീവനുള്ള ഒരു പാവയാകുന്നു. ആ പാവ അവരോടെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട സന്തോഷത്തില് നമ്മളുടെ ഹീറോ ഫാമിലിയെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഇനി വലിയ നിലയിലോട്ട് എത്താൻ പോവുകയാണെന്ന് സന്തോഷത്തോടു കൂടി പറയുന്നു. ഈ സമയത്ത് നമ്മളുടെ ജെയുടെ അസിസ്റ്റന്റും അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഇതും താങ്കൾ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ച് അവനാകെ എക്സൈറ്റഡ് ആവുന്നു. അപ്പോൾ ജെ പറയുന്നു, ഇതുപോലെ തന്നെ ഒരുപാട് ബൊമ്മകളെ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെന്നിട്ട് ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ട് ഞാൻ അങ്ങനെ വലിയ കോടീശ്വരനാവാൻ പോവുകയാണ്. എന്നാൽ അത് കേട്ടിട്ട് ആ പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ ലോകത്ത് ജീവനുള്ള ഒരു പാവയായിട്ട് താൻ മാത്രം മതിയെന്ന് അത് പറയുന്നു. എന്നാൽ ജയ അതൊന്നും കാര്യമാക്കാതെ അസിസ്റ്റന്റിന്റെ അടുത്ത് ലാബ് ഏൽപ്പിച്ചിട്ട് അയാൾ തന്റെ ഫാമിലിയോട് കൂടി ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് തന്റെ കയ്യിലുള്ള നേരത്തെ പൊട്ടിയ ആ ഒരു ടോയ് എടുത്തിട്ട് അത് നോക്കിയിട്ട് പറയുന്നു, ഇതിനൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് പറക്കാൻ തുടങ്ങും. പക്ഷെ ഞാൻ പറയുന്നതൊന്നും അയാൾ ചെവി കൊള്ളുകയില്ല. കാരണം ഞാൻ വലിയ ആളാകുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. ഇത് കേട്ടിട്ട് ആ ജീവനുള്ള പാവ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പാവ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയുന്നു, നീ എന്തിനാണ് അയാളെ നോക്കി നിൽക്കുന്നത്? നിനക്കും അതുപോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ അറിയുന്നതല്ലേ? ഈ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ച് എഴുതിയതാണെന്ന് എനിക്കറിയാം. അയാൾക്ക് ആ ബുക്കിൽ എത്ര അറിവുണ്ടോ അത്രയും അറിവ് തന്നെ നിങ്ങൾക്കും ആ ബുക്കിലുണ്ട്. ആ ബുക്ക് എടുത്തിട്ട് നീ എന്റെ കൂടെ വരൂ, നിന്നെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടോയ് മേക്കർ ആക്കി തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം ആ പാവയ്ക്ക് ഈ ലോകത്തെ ജീവനുള്ള പാവകളായിട്ട് താൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്റെ ക്ലോൺ ഉണ്ടാക്കി തന്റെ ആഗ്രഹം നടക്കാതെ പോകുമെന്ന് അതിന്
കൃത്യമായിട്ട് അറിയാം. എന്നാൽ അസിസ്റ്റന്റ് അതൊന്നും വേണ്ട, അതൊക്കെ ഭയങ്കര തെറ്റാണെന്ന് പറയുന്നു. എന്നാൽ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ആ പാവ അവനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ജെ തിരിച്ചു വന്നപ്പോൾ അവിടെ ആ സംസാരിക്കുന്ന ബൊമ്മയും കാണുന്നില്ല, തന്റെ ആ ബുക്കും കാണുന്നില്ല, കൂടെ തന്റെ അസിസ്റ്റന്റിനെയും കാണുന്നില്ല. അപ്പോഴാണ് ജെയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, അസിസ്റ്റന്റ് തന്നെ ചതിച്ചുവെന്ന്. ഈ സംഭവത്തിന് ശേഷം ജെ ആകെ മാനസികമായി തളരുന്നു. അയാൾക്ക് ആ ബുക്കില്ലാതെ ഒരു കണ്ടുപിടുത്തവും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാളുടെ കടയിലോട്ട് റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് വരാതെയാകുന്നു. അങ്ങനെ അയാളുടെ ബിസിനസ് മുഴുവനായി തകരുന്നു. ഇതേ സമയത്ത് ജെയുടെ ബുക്ക് മോഷിച്ചു കൊണ്ടുപോയ ഗസ്റ്റാഫ്സൺ വലിയൊരു ടോയ് ഫാക്ടറി കെട്ടുന്നു. അതുപോലെ തന്നെ അയാൾ വലിയ സമ്പന്നനുമാകുന്നു. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ജെ തളർന്നില്ല. എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ച് അയാൾ പരിശ്രമിക്കുകയാണ്. എന്നാൽ അയാളുടെ മാജിക്കൽ മാത്തമാറ്റിക്കൽ പവർ എല്ലാം പതിയെ കുറയാൻ തുടങ്ങി. അതോടുകൂടി എല്ലാം തിരിച്ചു പിടിക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം കുറയുന്നു. അയാളുടെ അടുത്ത് അങ്ങനെ പൈസയൊന്നും ഇല്ലാതെയാകുന്നു. അങ്ങനെ ബാങ്കിൽ നിന്നും പൈസ കടം മേടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും അയാളുടെ ഭാര്യയും അയാളെ വിട്ടുപോകുന്നു. അതിനുശേഷം അയാൾ തന്റെ ജീവിതം തന്നെ വെറുത്തു പോകുന്നു. അയാളുടെ മകള് അയാളെ എത്രയധികം മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലും അയാൾ വീണ്ടും വീണ്ടും തളർന്നു പോവുകയാണ്. അങ്ങനെ അവൾ ഇപ്പോൾ അച്ഛന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് ജെ തന്നെയാണുള്ളത്. അങ്ങനെ അയാൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതെല്ലാം നിർത്തിവെക്കുന്നു. അപ്പോൾ അയാൾക്ക് അവിടെ അസിസ്റ്റന്റ് ആയിട്ട് തന്റെ പേരക്കുട്ടിയൊക്കെ ആകേണ്ട ഒരു പ്രായമുള്ള ഒരു പയ്യനുണ്ടാകും. അവനും പുതിയ പുതിയ ടോയ്സ് ഒക്കെ കണ്ടുപിടിക്കണമെന്നാണ് ആഗ്രഹം. അവൻ അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ലെറ്റേഴ്സ് എല്ലാം ഡെലിവറി ചെയ്യുന്ന ഒരു പോസ്റ്റ് വുമൺ അങ്ങോട്ട് വരുന്നത്. ഇവൾക്ക് നമ്മുടെ ജെയുടെ മേലെ ഒരു നോട്ടമുണ്ട്. അതായത് അവരുടെ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് ബാക്കിയുള്ള ജീവിതം ജെയുടെ കൂടെ ജീവിക്കാം എന്നൊരു ആഗ്രഹം ആ ലേഡിക്കുണ്ട്. എന്നാൽ ജെക്ക് അതിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ജെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവള് പോയതിനു ശേഷം ഒരു ബാങ്ക് മാനേജർ ആ കടയിലോട്ട് വരുന്നു. ഈ ബാങ്കിൽ നിന്നാണ് മുമ്പ് ജെ കടം വാങ്ങിയിട്ടുള്ളത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ കടം മേടിച്ചത്. എന്നാൽ അതിനുള്ള യാതൊരു അറ്റംപ്റ്റും നടത്താത്തത് കൊണ്ടാണ് അയാൾ ഇപ്പോൾ അന്വേഷിച്ചു വന്നത്. ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ കട തന്നെ ജപ്തി ചെയ്യുമെന്ന് വാൺ ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോയ് എന്ന് പറയുമ്പോഴാണ് ജെക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ ജെ പോയിട്ട് അവിടെയുള്ള ഒരു പെട്ടിയിൽ കുറെ നാളായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എടുക്കുന്നു. പക്ഷെ അതിപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടാണുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ മകളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് അയാൾ ഓർക്കുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ മകൾക്ക് ഒരു ലെറ്റർ എഴുതുന്നു. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി അയാളുടെ മകളെ കാണിക്കുന്നു. അവൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു പെൺകുട്ടിയുമുണ്ട്. തന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് കത്ത് വന്നതോടെ അവൾ അവളുടെ മകളെ മുത്തച്ഛന്റെ അടുത്തേക്ക് അയക്കുന്നു. മകളോട് അവൾ എപ്പോഴും ആ ജെയുടെ കടയെ പറ്റി പറയുമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോകാനും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ പെൺകുട്ടി അങ്ങനെ കൃത്യമായിട്ട് നമ്മളുടെ ജെയുടെ അടുത്തെത്തിയിട്ട് ഞാൻ നിങ്ങളുടെ കൊച്ചുമോളാണെന്ന് പറയുന്നു. എന്നാൽ ജെ ഇത് തീരെ വിശ്വസിക്കുന്നില്ല. എങ്കിലും ആ പെൺകുട്ടി ജെയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറെ സംസാരിച്ചു നോക്കുന്നു. പക്ഷെ ജെ അതൊന്നും വിശ്വസിക്കാതെ അവളെ കടയുടെ അകത്ത് കയറ്റാതെ പുറത്തു നിർത്തി ഡോർ അടയ്ക്കുന്നു. അതിനുശേഷം താൻ കണ്ടുപിടിക്കാൻ പോകുന്ന ആ ടോയ് എടുത്തു വെച്ച് നോക്കുകയാണ്. ഈ സമയത്ത് ആ പെൺകുട്ടി ഉള്ളിലോട്ട് വരുന്നു. നിന്നോട് അകത്തേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ജെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഇത് തന്റെ കൊച്ചുമോളാണെന്ന്. ആ ഫോട്ടോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെ തന്റെ മകൾക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഇപ്പോൾ ഈ പെൺകുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അവളെ അവിടെ കടയിൽ നിർത്താൻ വേണ്ടിയിട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ കണ്ടീഷൻസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൽ അവളോട് സൈൻ ചെയ്യാൻ പറയുന്നു. ഈ കടയിലുള്ള ഒരു സാധനത്തിലും തൊടരുത്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് അവൾ അതിൽ സൈൻ ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ എഴുതുന്ന പെണ്ണ് തെളിയുന്നുണ്ടാകില്ല. അപ്പോൾ ജയ പറയുന്നു അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ അവള് അത് തെളിയാതെ തന്നെ സൈൻ ചെയ്യുന്നു. അവൾ അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വ്യത്യസ്തമായ ലൈറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഈ പേപ്പർ കാണിക്കുന്നു. ഇപ്പോഴാണ് അവളുടെ സിഗ്നേച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ തന്റെ മുത്തച്ഛൻ ആളൊരു ജീനിയസ് ആണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. ഇപ്പോൾ അവിടെ വെച്ച് സീൻ കട്ടായി ആ അസിസ്റ്റന്റിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൻ ആ സംസാരിക്കുന്ന പാവ പറയുന്നത് കേട്ടിട്ട് ആ ബുക്കിലുണ്ടായിരുന്നത് പോലെ എല്ലാ തരം ടോയ്സും ഉണ്ടാക്കുന്നു. അങ്ങനെ അതെല്ലാം വിൽക്കുന്നു. ഇങ്ങനെ അവൻ എല്ലാ ക്രിസ്മസിനും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം അവൻ സ്വന്തം കണ്ടുപിടുത്തമായ പറക്കുന്ന ഒരു ടോയ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ ആ ടോയ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ അടുത്തും വിൽക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ഉണ്ടാക്കിയിട്ട് റെഡിയാവാതെ അത് തകർന്നു പോകുന്നു. അതോടെ അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം കുറയുന്നു. അപ്പോൾ അവൻ ലാബിൽ പോയിട്ട് എന്ത് മിസ്റ്റേക്ക് ആണ് സംഭവിച്ചതെന്ന് നോക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ആ പാവ വരുന്നത്. എന്നിട്ട് പറയുന്നു ഇപ്പോൾ ആ ബുക്കിലുള്ള കാര്യങ്ങൾ തീർന്നു പോയതല്ലേ പ്രശ്നം, നമ്മൾക്ക് വേണമെങ്കിൽ ജെയുടെ അടുത്ത് പോയിട്ട് പുതിയ ബുക്കുണ്ടോ നോക്കിയിട്ട് അത് എടുത്തുകൊണ്ടുവരാം. എന്നാൽ അവൻ പറയുന്നു അയാളുടെ അടുത്ത് പുതിയ ബുക്കൊന്നും ഉണ്ടാകില്ല എന്ന്. അപ്പോഴാ പാവ അയാളുടെ അടുത്ത് വന്നിട്ട് അയാളുടെ മുഖത്തിനിട്ട് അടിച്ചിട്ട് പറയുന്നു എപ്പോഴും നല്ലൊരു ഇൻവെന്റർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. സോ അവന്റെ അടുത്ത് എന്തായാലും പുതിയൊരു ഐഡിയ ഉണ്ടാകും. അതെന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് അടിപൊളിയായിട്ട് പോകാം. അത് കേട്ടപ്പോൾ
ശരിയാണെന്ന് ഗസ്റ്റാഫ്സനും തോന്നുന്നു. ഈ സമയത്ത് നമ്മളുടെ ജെക്ക് മാജിക്കൽ മാത്തമാറ്റിക് പവർ പോയത് കൊണ്ട് എല്ലാ കാൽക്കുലേഷൻസും പേപ്പറിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. ഇത് കാരണം അയാൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നു. ഇപ്പോൾ ആ ചെറിയ പെൺകുട്ടി വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ എല്ലാ കാൽക്കുലേഷൻസും അവൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഇപ്പോൾ ആ മാജിക്കൽ മാത്തമാറ്റിക് പവർ ഉണ്ട്. അത് കണ്ടിട്ട് അവളുടെ മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അവിടെ മറ്റൊരു ബുക്ക് ഉണ്ടെന്നും ആ ബുക്കിലുള്ള കാര്യങ്ങളെല്ലാം തന്റെ അമ്മ എഴുതിയതാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് ജെ പറഞ്ഞതുകൊണ്ട് അയാൾ ഉറങ്ങിയതിനു ശേഷം ആ പെൺകുട്ടി അവിടെയെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവിടേക്ക് ജെയുടെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ അവൻ വരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആദ്യം ഒന്ന് ഭയപ്പെടുന്നു. രണ്ടുപേർക്കും ജയെ പോലെ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ മുഴുവൻ സെർച്ച് ചെയ്തപ്പോൾ അവിടെ വെച്ച് ഒരു ചെറിയ റോബോട്ടിനെ കിട്ടുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടി അതിനെ റെഡിയാക്കി എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അവൾ ഓടിപ്പോയിട്ട് ജെ റെഡിയാക്കിക്കൊണ്ടിരുന്ന ആ മെഷീൻ എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അത് ഈ റോബോയുടെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്നു. അത് ഈ റോബോയുടെ ഹാർട്ട് പീസ് ആയിരുന്നു. അത് ഫിക്സ് ചെയ്തിട്ടും ഇത് വർക്ക് ആവുന്നില്ല. അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടി അതിന്റെ ബ്ലൂ പ്രിന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ ബ്ലൂ പ്രിന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ റോബോട്ട് പെട്ടെന്ന് ഓൺ ആകുന്നു. ഓൺ ആയിട്ട് ഇവര് പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആ റോബോട്ട് ഓൺ ആയത് കണ്ടിട്ട് പേടിച്ചു പോയി ഒരു ടേബിളിന്റെ അടിയിൽ ഒളിക്കുന്നു. ആ റോബോട്ടും ഇവരെ രണ്ടുപേരെയും കണ്ട് ഭയപ്പെടുന്നു. ആ റോബോട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ട് ആ പെൺകുട്ടി ആ റോബോട്ടിന്റെ അടുത്ത് വന്ന് ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നു. നിനക്ക് എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ജീവൻ വന്നതെന്ന് അവള് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ എപ്പോഴൊക്കെ എന്നിൽ വിശ്വസിക്കുന്നോ അപ്പോഴൊക്കെ എനിക്ക് ജീവൻ വരും. അവര് നേരത്തെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ഈ റോബോട്ട് തീർച്ചയായും റെഡിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞിരുന്നു. സോ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ റോബോട്ടിൽ നമ്മൾ എപ്പോഴൊക്കെ വിശ്വസിക്കുന്നുവോ അപ്പോഴൊക്കെ അതിന് ജീവൻ വരും. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ റോബോട്ട് പറക്കാൻ തുടങ്ങുന്നു. ഇവര് രണ്ടുപേരും ഇതെന്താണെന്ന് അറിയാതെ ഷോക്കായി നിൽക്കുമ്പോൾ ഇവരും പൊങ്ങി ആ റോബോട്ടിന്റെ ഒപ്പം പറക്കുന്നു. അപ്പോഴേക്കും അവര് രണ്ടുപേരും ഭയന്ന് ഒച്ച വെക്കാൻ തുടങ്ങുന്നു. ഇത് ഗസ്റ്റാഫ്സനും ആ പാവയും കൂടി ദൂരെ നിന്ന് ടെലിസ്കോപ്പിൽ നോക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി അതിനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഈ സമയത്ത് ജെ അങ്ങോട്ട് വരുന്നു. ഈ റോബോട്ടില് എനിക്ക് വിശ്വാസമില്ലെന്ന് ജെ പറയുന്നു. അപ്പോഴേക്കും ആ റോബോട്ട് ഓഫ് ആവുന്നു. അപ്പോൾ മുകളിൽ പറന്നുകൊണ്ടിരുന്ന അവരും താഴേക്ക് എത്തുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വഴക്ക് പറയുന്നു. അത് വർക്കായെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതം തന്നെയുള്ളൂ. നിങ്ങൾ അതിനെയാണോ നിങ്ങളുടെ കളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, അതിനെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് വർക്കാവുമെന്ന്. എന്നാൽ അത് കേട്ടിട്ട് അയാളത് എഗ്രി ചെയ്യാതെ അവളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അയാൾ ആ റോബോട്ടിനെ നോക്കി പറയുന്നു, നീ വർക്കാവണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ നീ വർക്കാവില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ സ്റ്റോർ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ആ റോബോട്ടിന്റെ ഹാർട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ബ്ലിങ്ക് ആയി ഓഫ് ആവും. ഈ സമയത്ത് ആ പെൺകുട്ടി പുറത്തു പോയി നിന്നിട്ട് മുത്തശ്ശൻ എന്നെ മനസ്സിലാക്കുന്നേ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഗസ്റ്റാഫ്സൺ അവിടെ വന്നിട്ട് ആ റോബോട്ടിനെ പറ്റി അവളുടെ അടുത്ത് ചോദിക്കുന്നു. എന്നാൽ അവൾക്കറിയാം ഇവനാണ് ഗസ്റ്റാഫ്സൺ എന്നും തന്റെ മുത്തശ്ശനെ ഇന്ന് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചത് ഇവനാണെന്നുമുള്ള കാര്യം. അതുകൊണ്ട് അവന്റെ അടുത്ത് അധികം സംസാരിക്കാതെ അവൾ തിരിച്ച് കടയുടെ ഉള്ളിലോട്ട് വരുന്നു. അടുത്ത ദിവസം ഗസ്റ്റാഫ്സൺ ജെയും ആ പെൺകുട്ടിയും കടയിലില്ലാത്ത സമയം നോക്കി അവിടേക്ക് എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പയ്യനെ കെട്ടിയിട്ടിട്ട് ആ റോബോട്ടിനെയും കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ അവനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു. അവള് ചെന്ന് കെട്ടൊക്കെ അഴിച്ച് അവനെ രക്ഷിക്കുന്നു. അതിനുശേഷം അവര് റോബോട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് വുമന്റെ വണ്ടിയിൽ കയറുന്നു. ആ വണ്ടി ഗസ്റ്റാഫ്സന്റെ ഫാക്ടറിയിൽ വന്ന് ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് നൈസായിട്ട് അവന്റെ ഫാക്ടറിയുടെ ഉള്ളിൽ കയറുന്നു. ഈ സമയത്ത് ജയ നോക്കുമ്പോൾ ആ റോബോട്ടിനെയും അതുപോലെ തന്നെ ആ കുട്ടികളെയും കാണുന്നില്ല. ഇതെല്ലാം ഗസ്റ്റാഫ്സന്റെ പണിയാണെന്ന് ജയക്ക് മനസ്സിലായി. അങ്ങനെ അവൻ ഗസ്റ്റാഫ്സന്റെ ഫാക്ടറിയിലോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഫാക്ടറിക്കുള്ളിൽ കയറിയ നമ്മളുടെ രണ്ടുപേരും ഗസ്റ്റാഫ്സനെ കാണുന്നു. അവനിപ്പോൾ ആ റോബോട്ടിനെ വെച്ച് കസ്റ്റമേഴ്സിന് ഡെമോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോബോട്ട് ആണെങ്കിൽ അതിനെ വിശ്വസിച്ചാൽ മാത്രമല്ലേ വർക്കാവുകയുള്ളൂ. ഇത് ഇവൻ അങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ട് ആ റോബോട്ട് വർക്കാവില്ല. അങ്ങനെ അവിടെ വന്ന കസ്റ്റമേഴ്സ് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതിൽ ദേഷ്യം വന്നിട്ട് ഗസ്റ്റാഫ്സൺ ആ റോബോട്ടിനെ അങ്ങ് നശിപ്പിച്ചേക്കാൻ പറയുന്നു. അങ്ങനെ ആ റോബോട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ അതിനെ കൊണ്ടുപോകാൻ നേരം ആ രണ്ട് കുട്ടികളും കൂടി അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് ആ റോബോട്ടിനെ വെച്ച പെട്ടി അവിടെ നിന്ന് മാറ്റുന്നു. ഇതേ സമയത്ത് ജെ പോസ്റ്റ് വുമനെ കാണുന്നു. അവളെ കണ്ടിട്ട് അവളോടൊരു ഹെൽപ്പ് ചോദിക്കുന്നു. അങ്ങനെ അവളുടെ സഹായത്തോടു കൂടി ജെ ഫാക്ടറിയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ആ റോബോട്ടിന് വെച്ച പെട്ടി മിസ്സായ കാര്യം ആളുകൾ വന്നിട്ട് നമ്മളുടെ ഗസ്റ്റാഫ്സന്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഗസ്റ്റാഫ്സൺ പറയുന്നു, അത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന്. അപ്പോഴേക്കും ആ പാവ വന്നിട്ട് ചോദിക്കുന്നു, നിനക്കെന്താ ബുദ്ധിയില്ലേ? ആ പിള്ളേര് ജീവൻ വരെ പണയം വെച്ച് ഇവിടെ വന്നിട്ട് ആ ബോക്സ് എടുത്തിട്ട് പോകണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കുമോ? അതുകൊണ്ട് ആ
ആദ്യം പോയിട്ട് ആ പിള്ളേരെയും ആ ബോക്സും കണ്ടുപിടിക്കാൻ നോക്കൂ. ആ ഫാക്ടറിയിലുള്ള മുഴുവൻ ആളുകളും ആ കുട്ടികളെ നോക്കി അവിടെ മുഴുവൻ സെർച്ച് ചെയ്യുകയാണ്. അവര് രണ്ടുപേരും ആകെ ഭയന്ന് ഒരു റൂമിന്റെ ഉള്ളിൽ വന്നിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയുള്ള ഒരു വിളക്ക് വീണിട്ട് അവിടെ തീ പിടിക്കുന്നു. അങ്ങനെ അവരുള്ള ആ മുറിയിൽ തീ പിടിക്കുന്നു. ഇപ്പോൾ അവർക്ക് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും കഴിയില്ല, ആർക്കും അവിടെ അകത്തോട്ട് വരാനും കഴിയില്ല. ഈ സമയത്ത് ജെ ഫാക്ടറിയുടെ ഉള്ളിലോട്ട് വരാൻ തുടങ്ങുമ്പോഴേക്കും അവിടെയുള്ള ഫാൻ ഭയങ്കരമായിട്ട് കറങ്ങുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുട്ടികൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആ കുട്ടികൾ ഇപ്പോൾ ഇതുവഴിയാണ് രക്ഷപ്പെട്ട് വരാൻ പോകുന്നതെന്ന് ജെയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ജെ ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട് എന്ന കാര്യം കുട്ടികളോട് പറയുന്നു. അപ്പോൾ ആ കുട്ടികളും ഞങ്ങൾക്കിനി പുറത്തിറങ്ങാനുള്ള ഒരേ ഒരു വഴി ഇതാണ്, ഞങ്ങൾ വന്ന വഴി മുഴുവൻ തീ പിടിച്ചു. അപ്പോൾ ആ പെൺകുട്ടി ജെയോട് കണ്ണടച്ച് നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടും, നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചിന്തിക്കൂ. അങ്ങനെ പറഞ്ഞ ഉടനെ ജെ കണ്ണടയ്ക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കണ്ണടച്ച് ചിന്തിക്കുമ്പോൾ ജെയുടെ ഉള്ളിലുള്ള ആ മാജിക്കൽ മാത്തമാറ്റിക്കൽ പവർ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവൻ ആലോചിച്ചിട്ട് പറയുന്നു, നല്ല വേഗതയിൽ ഒരു 360 ഡിഗ്രി ആംഗിളിൽ വരികയാണെങ്കിൽ ഈസി ആയിട്ട് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ അവര് രണ്ടുപേരും ആ പെട്ടിയുടെ മേലെ കയറി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ജെയുടെ അസിസ്റ്റന്റ് അതിൽ കയറുന്നതിന് മുന്നേ അതിലേക്ക് ഒരു കയറ് കെട്ടിയിട്ട് അത് അതിന്റെ ഹാൻഡിൽ പോലെ ആയിട്ട് പിടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അതിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും തീ അവിടെ നിന്ന് സ്പ്രെഡായി അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടാകും. അങ്ങനെ ആ തീ അവരെ പിന്തുടർന്ന് വരുന്നത് പോലെ അവരുടെ പുറകെ തീ പിടിച്ചു വരുന്നു. ഇപ്പോൾ അവര് ഭയങ്കര വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുറകിലാണെങ്കിൽ തീയും മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാനുമാണുള്ളത്. ഇപ്പോൾ ജെ പറഞ്ഞതിനേക്കാളും കൂടുതൽ വേഗത്തിലാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെ പറഞ്ഞ ആംഗിളിൽ തന്നെയാണോ പോകുന്നതെന്ന് രണ്ടുപേർക്കും ഒരു ഐഡിയയുമില്ല. എങ്കിലും രണ്ടുപേരും മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും ആ ഫാൻ കടന്നു പോകുമെന്ന്. അങ്ങനെ അവര് ആ കാര്യത്തിൽ വിശ്വസിച്ചതുകൊണ്ട് പെട്ടെന്ന് ആ റോബോട്ടിന് ജീവൻ വരുന്നു. ഇവര് പറയുന്നത് കേട്ടിട്ട് റോബോ ആ ബോക്സ് പൊളിച്ച് കൈ പുറത്തേക്കിടുന്നു. എന്നിട്ട് ആ ബോക്സിന്റെ സ്പീഡിനെ നിയന്ത്രിക്കുന്നു. എന്നിട്ട് ആ ആംഗിളും കറക്റ്റ് ആക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും സക്സസ്ഫുൾ ആയിട്ട് ആ ഫാനിന്റെ അപ്പുറത്ത് കിടക്കുന്നു. എങ്കിലും ആ പാവം റോബോ അവിടെ തീയിൽ പെടുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേക്കും ജെ അവര് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ ആ പോസ്റ്റ് വുമൺ വന്നിട്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറാൻ പറയുന്നു. അങ്ങനെ അവരെ അവിടെ നിന്ന് സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സംഭവത്തിന് ശേഷം ആ രണ്ട് കുട്ടികളും ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആവുന്നു. അതിനുശേഷം ജെയ്ക്കും ആ പോസ്റ്റ് വുമണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവനുവേണ്ടി അവൾ ഇത്രയും റിസ്ക് എടുത്തതുകൊണ്ട് അവളെ കിസ് ചെയ്തിട്ട് നീ എന്റെ വൈഫായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നു. അവളും വളരെ ഹാപ്പിയാകുന്നു. ഇപ്പോൾ കടയുടെ ഉള്ളിൽ വെച്ച് ജയ പറയുന്നു എനിക്കിനി ആ റോബോട്ടിനെ റെഡിയാക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ആ പെൺകുട്ടി അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെന്തായാലും നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് ചെയ്യൂ എന്ന്. എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ജയ ചോദിക്കുന്നു നീ വെറുതെ കള്ളം പറയണ്ട, നിന്റെ അമ്മ ഫോഴ്സ് ചെയ്തിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ അവൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് സത്യം പറയാൻ തുടങ്ങുന്നു. ജയ ഇവളുടെ അമ്മയ്ക്ക് എഴുതുന്നത് പോലെ ഒരു ലെറ്റർ ഇവൾ തന്നെയാണ് എഴുതിയത്. അതുപോലെ അമ്മ തിരിച്ചൊരു മറുപടി അയക്കുന്നത് പോലെയുള്ള ഒരു ലെറ്റർ ഇവൾ തന്നെയാണ് എഴുതിയത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവള് തന്നെ ലെറ്റർ അയച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇവള് പ്ലാൻ ചെയ്തതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ജയെ അവള് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അതിനെല്ലാം ശേഷം ജയ ആ റോബോട്ടിനെ ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. ഈ സമയത്ത് ആ പെൺകുട്ടിയുടെ അമ്മ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അവള് വന്നിട്ട് എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ജയ അവളോട് ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ജയ അവിടെയുള്ള ഒരു ബോക്സ് എടുക്കുന്നു. ആ ബോക്സിൽ നിറച്ചും ലെറ്റേഴ്സ് ആണുള്ളത്. ആ ലെറ്റേഴ്സ് മുഴുവൻ അവൾക്ക് സോറി എന്ന് പറഞ്ഞ് അവൻ എഴുതിയതാണ്. അത് കണ്ട ഉടനെ അവൾക്ക് മനസ്സിലായി തന്റെ അച്ഛന് തന്റെ മേൽ എത്ര സ്നേഹമുണ്ടെന്ന്. അങ്ങനെ രണ്ടുപേരും കൺവിൻസ് ആകുന്നു. അങ്ങനെ അവളുടെയും കൂടെ ഹെൽപ്പോടെ ആ റോബോട്ടിനെ റിപ്പയർ ചെയ്യുന്നു. അടുത്ത ദിവസം ആ പെൺകുട്ടി വന്ന് നോക്കുമ്പോൾ ജയ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ആ ഹാർട്ടിന്റെ പീസ് എടുത്ത് അവിടെ ഫിക്സ് ചെയ്യുന്നു. അപ്പോഴേക്കും ആ റോബോട്ടിന് ജീവൻ വരുന്നു. ആ റോബോട്ട് ഇവരോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും കടയ്ക്കുള്ളിൽ നിന്ന് ആരോ ശബ്ദമുണ്ടാക്കുന്നു. അതാരാണെന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഗസ്റ്റാഫ്സൺ ആണ്. ജയ അപ്പോഴേക്കും അവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും രണ്ട് പോലീസുകാർ വന്നിട്ട് ജയയെ പിടിക്കുന്നു. അപ്പോൾ ഗസ്റ്റാഫ്സൺ പറയുന്നു ഞാനൊന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല, നീ എന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ എന്റെ റോബോട്ടിനെ എനിക്ക് തരൂ. എന്നിട്ട് അവൻ ആ റോബോട്ടിന്റെ ബ്ലൂ പ്രിന്റ് കാണിച്ചിട്ട് ഇത് കണ്ടോ, അതിന്റെ ബ്ലൂ പ്രിന്റ് വരെ എന്റെ അടുത്താണുള്ളത്, ഞാനാണ് അതിനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, അത് ഇയാള് മോഷ്ടിച്ചു കൊണ്ട് വന്നതാണെന്ന് ആ പോലീസുകാരോട് പറയുന്നു. അപ്പോൾ ആ ചെറിയ പെൺകുട്ടി ആ ബ്ലൂ പ്രിന്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ഒരു ലൈറ്റിന്റെ ചോട്ടിൽ വെക്കുന്നു. അപ്പോൾ ആ ലൈറ്റിന്റെ വെട്ടമടിച്ച് അതിനകത്ത് ഈ ബ്ലൂ പ്രിന്റ് ജെയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തെളിഞ്ഞു കാണുന്നു. അത് കണ്ടപ്പോൾ പോലീസുകാരൻ ഇതിനെന്ത് മറുപടിയാണ് തരാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ആ ചെറിയ ജീവനുള്ള പാവ പറയുന്നു എന്നെ ഉണ്ടാക്കിയത് ജയാണ്, ജയുടെ അടുത്ത് നിന്ന് എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഇയാളാണ്, ഞാനിപ്പോൾ എന്നെ ഉണ്ടാക്കിയ ആളുടെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്, എന്നെ രക്ഷിക്കൂ എന്ന് ജയോട് പറയുന്നു. ഇപ്പോൾ ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചതെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നു. അപ്പോൾ ജയ പറയുന്നു ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് പാവകൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണമെന്ന്. അപ്പോഴേക്കും അത് ഈ ലോകത്ത് ജീവനുള്ള പാവയായിട്ട് ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുന്നു.
എന്നാൽ അപ്പോഴേക്കും ജെ അതിനെ പിടിച്ചിട്ട് ഓഫ് ആക്കുന്നു. പോലീസ് ഗസ്റ്റ് ഹൗസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ജെ പോയിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസ് നേരത്തെ ഒരു പറക്കുന്ന ടോയ് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ഗസ്റ്റ് ഹൗസൻ ചോദിക്കുന്നു, ഇത് ഞാൻ അന്നേ ചോദിച്ചതല്ലേ, അന്നേ എന്റെ അടുത്ത് തന്നൂടായിരുന്നു എന്ന്. അപ്പോൾ ജെ പറയുന്നു, അന്ന് ഞാൻ കുറച്ച് തിരക്കായി പോയി, പിറ്റേ ദിവസം നിന്റെ അടുത്ത് തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കുമാണ് നീ ഇങ്ങനത്തെ തീരുമാനങ്ങളെല്ലാം എടുത്ത് കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ പോലീസുകാര് ഗസ്റ്റ് ഹൗസിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടേക്ക് ബാങ്കിന്റെ മാനേജർ വരുന്നു. ഈ കട ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴേക്കും ആ റോബോട്ട് അതിലെ പറന്നു വരും. ഉടനെ അയാൾ പെട്ടെന്ന് പേടിക്കുന്നു. എന്നിട്ട് അയാൾ ഇതെന്താണെന്ന് ജെയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജെ പറയുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൽ ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ഒരു ടോയ് ആണെന്ന്, ഇതിന് ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അത് കേട്ടുടനെ അയാൾ ജെയെ കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നിനക്കിനി എത്ര പണം വേണമെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ പറഞ്ഞ് അയാൾ ആ കടയിൽ നിന്ന് പോകുന്നു. അങ്ങനെ അവര് പോയതിനു ശേഷം ആ റോബോട്ട് അവരെ എല്ലാവരെയും പറത്തുന്നു. അതോടുകൂടി ഈ കഥ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കഥ നിർത്തുന്നു. അവസാന ഭാഗത്ത് അവര് പറക്കുന്നതാണ് ആ ചെറിയ പെണ്ണ് ആദ്യം തീയിൽ എന്തോ ഒരു രൂപങ്ങൾ ഇങ്ങനെ പറക്കുന്നത് പോലെ തോന്നിയല്ലോ, അത്. ആ കഥ മുഴുവൻ കേട്ടിട്ട് ആ കുട്ടികൾ ചോദിക്കുന്നു, ഈ കഥ എങ്ങനെയാണ് മുത്തശ്ശിക്ക് അറിയുക എന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജെയുടെ കൊച്ചുമോളായിട്ടുള്ള ആ പെണ്ണുണ്ടായിരുന്നല്ലോ, അവരാണ് ഇപ്പോഴത്തെ ഈ മുത്തശ്ശി. അങ്ങനെ അവരുടെ ലൈഫിൽ തന്നെ നടന്നൊരു കഥയായിരുന്നു ഇപ്പോൾ കൊച്ചുമക്കളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവര് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആ റോബോട്ട് വരുന്നു. ഇപ്പോൾ ആ മുത്തശ്ശി ചെന്നിട്ട് അവിടെയുള്ള ഒരു ജനൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഫാക്ടറി ഉണ്ടാവും. ആ ഫാക്ടറി തന്നെ ജെയുടെ പേരിലാണുള്ളത്. അങ്ങനെ ആ മുത്തശ്ശി കുട്ടികളോട് നമുക്ക് ആ ഫാക്ടറിയിലോട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ആ റോബോട്ട് ഇവരെയും പറക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഇവര് 3 പേരും കൂടി പറന്ന് അവിടേക്ക് പോകുന്നു. അതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ